ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബേബീസിൻ്റെ ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് റാഗി ബനാന പോറിഡ്ജാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞതായിരിക്കും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിത് മുളപ്പിച്ച് ഉണക്കി പൊടിച്ച പൗഡറാട്ടോ. ഞാൻ തന്നെ മുളപ്പിച്ച് ഉണക്കിയിട്ടുള്ള പൗഡർ, സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് 2 സ്പൂണ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചുള്ള പനക്കൽക്കണ്ടോ ശർക്കരയോ ഒക്കെ ചേർത്തിട്ട് ഈ സമയത്ത് തന്നെ ഇളക്കി കൊടുക്കട്ടെ. എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് നല്ലപോലെ വേവിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലോണം ഇത് സ്പ്രൗട്ടഡ് റാഗി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം പിടിക്കും ചെയ്യും കേട്ടോ, അത് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഞാനൊരു റോബസ്റ്റ് പഴം അതെടുത്തിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഞാൻ എക്സ്ട്രാ മധുരത്തിന് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പഴത്തിൻ്റെ തന്നെ അത്യാവശ്യം നല്ല മധുരം വരുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നേന്ത്രപ്പഴം ഒരിക്കലും ഇങ്ങനെ ചേർക്കരുത്. നേന്ത്രപ്പഴം നമ്മൾ പുഴുങ്ങണം, ഇതിൻ്റെ കൂടെ വേവിച്ചാലും കുഴപ്പമില്ല. റോബസ്റ്റ് അല്ലെങ്കിൽ ചെറുപഴമൊക്കെ ആകുമ്പോൾ നമുക്കത് ഡയറക്റ്റ് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വളരെ എളുപ്പമല്ലേ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ ആൻഡ് ബൈ.